بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മൂന്ന് മർത്തബകളിലാണ് എന്ന് നമ്മൾ പറഞ്ഞു. അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ. അതിലേറ്റവും വ്യാപകമായിട്ടുള്ളത് ഇസ്ലാമാണ്. അതിൽ നിന്ന് സെലക്ഷൻ കിട്ടുന്നവരാണ് മുഅ്മിനുകൾ, അൽ ഈമാൻ. അവരിൽ നിന്നും പ്രത്യേകം തൗഫീഖ് ലഭിച്ചവരാണ് മുഹ്സിൻ, അതായത് ഇഹ്സാൻ എന്ന പദവിയിൽ എത്തിയവർ. ഒന്നാമത്തെ അൽ ഇസ്ലാം എന്ന ആ മർത്തബയെ വിശദീകരിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു, അതിന്റെ മഅന അൽ ഇൻഖിയാദ്, അള്ളാഹുവിന്റെ മുമ്പിൽ അർപ്പണം ചെയ്യുക. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വെച്ചിരിക്കുന്ന ഒരു പേരാണ് മുസ്ലിം. കാന ഹനീഫൻ മുസ്ലിമൻ. അതിന്റെ കാരണം ആ ഇൻഖിയാദ് ആണ്. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇസ്തിസ്ലാം. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഖാല അസ്ലംതു, അല്ലാഹു പറഞ്ഞു അസ്ലിം, നീ മുസ്ലിം ആവണം എന്ന് പറഞ്ഞാൽ നീ അർപ്പിക്കണം. ഖാല, അദ്ദേഹം പറഞ്ഞു അസ്ലംതു, ഞാൻ അർപ്പിച്ചിരിക്കുന്നു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖലീൽ എന്ന പേര് കിട്ടാൻ രണ്ട് കാരണങ്ങളാണ് ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് സൂറത്തുൽ ബഖറയുടെ തഫ്സീറിൽ അത് ഉദ്ധരിച്ചതായിട്ട് കാണാം. അതിലൊന്നാമത്തെ കാരണം രസകരമാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ഒരിക്കലും ഭക്ഷണം കഴിക്കുന്ന സ്വഭാവക്കാരനല്ല. ഭാര്യ ഭക്ഷണം വിളമ്പിയാൽ ആരെങ്കിലും ഒരാളെ തന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്നത് വരെ അദ്ദേഹം തന്റെ വാഹനപ്പുറത്ത് സഞ്ചരിക്കും. അങ്ങനെ ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇത്ആമുത്തആമിന്റെ ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. അതൊരു വലിയ പുണ്യവും വലിയ തൗഫീഖുമാണ്. എല്ലാവർക്കും കഴിയണമെന്നില്ല. ഒരുപാട് സമ്പത്തുണ്ട്, ഇഷ്ടംപോലെ ആളുകളെ ഭക്ഷിപ്പിക്കാനുള്ള സാഹചര്യവും സൗകര്യമുണ്ട്. അതുകൊണ്ടൊന്നും അത് സാധിക്കണമെന്നില്ല. സൂറത്തുൽ ഇൻസാനിൽ അൽ ഇൻസാൻ എന്താർത്ഥം? മനുഷ്യൻ. ആ മനുഷ്യനെ പറ്റി പറയുമ്പോൾ അവരുടെ ഒരു ഗുണം അല്ലാഹു പറഞ്ഞു, അവര് ഭക്ഷണം കഴിപ്പിക്കുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നിട്ട് ആദ്യം നടത്തിയ പ്രഭാഷണം, മദീനയിലെ ആദ്യത്തെ പ്രഭാഷണം, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അഫ്ശുസ്സലാമ ബൈനക്കും വ അത്ഇമുത് തആം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കണം, ഭക്ഷണം കഴിപ്പിക്കണം, വസ്ലുൽ അർഹാം, ബന്ധങ്ങൾ ചേർക്കണം, വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുമ്പോൾ രാത്രി നിങ്ങൾ നിസ്കരിക്കണം, തദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടെ സ്വർഗത്ത് പോവാം. സമാധാനത്തോടെ സ്വർഗത്ത് പോവാനുള്ള നിബന്ധനകളിൽ ഒന്നാണ് ഇത്ആമു തആം. അത് നമ്മുടെ പിതാവ് അല്ലെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാവ് ഇമാമുൽ മുവഹ്ഹിദീൻ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്വഭാവമായിരുന്നു. അത് പരിഗണിച്ചുകൊണ്ട് അത്ര അല്ലാഹു ആ പേര് കൊടുത്തത്, വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇൻഖിയാദിനെ പരിഗണിച്ചുകൊണ്ടാണ്. നമുക്കൊന്നും ജീവിതത്തിൽ ആലോചിക്കാൻ കഴിയാത്ത ഇൻഖിയാദാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ മക്ക താഴത്ത് നിന്നും നോക്കിയാൽ ക്ലോക്ക് ടവറും ബിൽഡിങ്ങുകളും 5 സ്റ്റാർ 3 സ്റ്റാർ ഹോട്ടൽസും മാത്രമേ നമ്മൾ കാണുള്ളൂ. മോന്ന് നോക്കിയാൽ നമുക്ക് മക്ക എന്താന്ന് മനസ്സിലാവും. അതിന്റെ ചുറ്റും മലകളാണ്. കഅബാലയം എന്ന നമ്മുടെ ഖിബലയും അതിന്റെ ചുറ്റും കെട്ടപ്പെട്ട മസ്ജിദുൽ ഹറാമും അവിടെ ഇല്ലെങ്കിൽ മക്ക ഒന്നുമല്ല. ഹറമിന്റെ പരിധി ഇപ്പോഴും ഈ കാലത്തും പരിധി വിട്ട് കഴിഞ്ഞാൽ മക്ക കാണാൻ പോലും രസമില്ലാത്തൊരു നാടാണ്. വെറും പാറക്കെട്ടുകൾ മാത്രം. അവിടെ
ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഡെയിലി വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് ആ വീറാൻ ജഗയുണ്ടല്ലോ, ഹിന്ദി പറഞ്ഞാല് വീറാൻ, അത് നമുക്ക് ഇന്ന് മനസ്സിലാവില്ല. പക്ഷെ ഇബ്രാഹിം നബിയുടെ കാലത്തേക്ക് 4000 കൊല്ലത്തിനപ്പുറത്തേക്കൊന്ന് സഞ്ചരിച്ചാൽ നമുക്ക് ആ മോഹിഷായ മക്കയെ മനസ്സിലാവും. പേടിപ്പെടുത്തുന്ന ഇരുട്ട് നിറഞ്ഞ പാറക്കെട്ടുകളെ കൊണ്ട് ചുറ്റപ്പെട്ട മക്ക എന്ന ചെറിയ പ്രദേശം. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യ ഹാജറിനെയും മോൻ ഇസ്മായിലിനെയും തനിച്ചാക്കിയിട്ട് പോവാന്ന് പറഞ്ഞാൽ അതാണ് അൽ ഇൻഖിയാദ്, അൽ ഇസ്ലാം. വേറൊരു മഖ്ലൂഖില്ല. അലീമിയാൻ അബുൽ ഹസൻ അലി നദ്വി മക്കയുടെ താരീഖ് എഴുതിയപ്പം അതിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അന്നത്തെ മക്ക എന്ന് പറഞ്ഞാൽ ഒരു പുല്ലില്ല, ഒരു മരമില്ല, ഒരു വെള്ളത്തുള്ളിയില്ല, കച്ചവടക്കാര് പോലും ആ വഴിക്ക് യാത്ര ചെയ്യൂല, പക്ഷിപ്രവാദികൾ പോലും കൂടുകെട്ടാൻ ആ മക്കയെ സെലക്ട് ചെയ്യില്ല. അങ്ങനത്തെ ഒരു നാട്. ആരും ആ വഴിക്ക് പോവുന്നില്ല. റോം പേർഷ്യ രാജാക്കന്മാർ അവര് പരിസര പ്രദേശങ്ങളെല്ലാം പിടിച്ചടക്കിയ കൊതിയന്മാരായ രാജാക്കന്മാരായിരുന്നു. പക്ഷെ അവര് പോലും മക്കയെ വെറുതെ വിട്ടു. മക്കയെ അവർ ആക്രമിച്ചിട്ടില്ല. കാരണം അവിടെ ജീവിക്കാൻ കൊള്ളൂല. അങ്ങനത്തെ ഒരു പ്രദേശമാണ് മക്ക. അവിടെ അന്ന് ഇബ്രാഹിം നബിയുടെ ആ കാലത്ത് ആകെയുള്ളത് 2 മനുഷ്യ ജന്മങ്ങളാണ്. ഒന്ന് ഹാജർ, ഒരു വെറും പെണ്ണ്, മറ്റൊന്ന് പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള ഇസ്മായിൽ. അവിടെ ആക്കിയിട്ട് പോയതോ ഇബ്രാഹിം എന്ന ഒരു പുരുഷൻ, ഒരു ഭർത്താവ്, ഒരു ഉപ്പ, അതിലെവഴി അള്ളാഹുവിന്റെ ഒരടിമ. ആ സമയത്ത് അദ്ദേഹം പോകാൻ കാണിച്ച ആ മനസ്സ്, അതിന്റെ പേരാണ് അൽ ഇസ്ലാം, അൽ ഇൻഖിയാദ്. ഹാജർ ചോദിച്ചല്ലോ എങ്ങോട്ടാണ് ഇബ്രാഹിം? ഒരു തോൽ സഞ്ചിയിൽ കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് ഈത്തപ്പഴമുണ്ട്. ഇത് തീർന്നാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അതാണ് ഹാജറിന്റെ ചോദ്യം. ഇലാ ഐൻ, ഇവിടെ ഇങ്ങനെ ഒറ്റക്കാക്കി നിങ്ങൾ എങ്ങോട്ടാണ്? ഇബ്രാഹിം മിണ്ടുന്നില്ല. കാരണം മനുഷ്യനാണ്, സാധാ ഉപ്പ, സാധാ ഒരു ഭർത്താവ്. മാനസികമായി രണ്ടാമതും ചോദിച്ചു, മൂന്നാമതും ചോദിച്ചു, നാലാമത് ഹാജർ എന്ത് ചോദിച്ചു? അല്ലാഹു അമറക ബിഹാദാ യാ ഇബ്രാഹിം, ഇത് അല്ലാഹു കൽപ്പിച്ചിട്ടാണോ? നഅം. ഉടനെ മറുപടി നഅം, അല്ലാഹു അമറനി, അതെ അല്ലാഹു കൽപ്പിച്ചത് കൊണ്ടാണ്. ഇദൻ ലാ യുദയ്യുന, പോയിക്കോളി, അല്ലാഹു നമ്മളെ പാഴാക്കില്ല. ഇതാണ് അൽ ഇസ്ലാം, ഇതാണ് അൽ ഇൻഖിയാദ്, അർപ്പണം. നമ്മൾ എത്തിയിട്ടുണ്ടോ? ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇത് അല്ലാഹു ഇബ്രാഹിമിനോട് പറഞ്ഞ വാക്കാണ്. പക്ഷെ ഇന്ന് ഖുർആൻ നമ്മളോടെല്ലാം വ്യക്തിപരമായി പറയുന്ന വാക്കാണ് അസ്ലിം. ആ സമയത്ത് നമുക്ക് അസ്ലംതു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നാവുകൊണ്ട് പറഞ്ഞാലും ജീവിതം കൊണ്ട് അത് യാഥാർത്ഥ്യമാക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ തോന്നിയിട്ടുണ്ടാവും. ബിഗ് 0 ആയിരിക്കാം ഉത്തരം, അല്ലാഹു കാക്കട്ടെ. പക്ഷെ അതാണ് ഇസ്ലാം, അൽ ഇൻഖിയാദ്. അതിന്റെ മാന അതാ. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇസ്ലാം എന്ന് പറയുന്ന ആ ഒരു മഅനയെ ഇസ്തിലാഹൻ പറഞ്ഞാൽ, സാങ്കേതികാർത്ഥത്തിൽ പറഞ്ഞാൽ ചിലപ്പം ഒറ്റയ്ക്ക് പറയപ്പെടും, മറ്റു ചിലപ്പോൾ ഈമാനിനോട് ചേർത്തും പറയപ്പെടും. നസ്സുകളിൽ അഥവാ ഖുർആനിലും ഹദീസിലും. ഖുർആനിലോ ഹദീസിലോ ഇസ്ലാം എന്ന് മാത്രം പറയപ്പെട്ടത് കണ്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക, മൊത്തത്തിൽ ഇസ്ലാമിന്റെ ഇമാകാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അമാലുകളും അഹ്കാമുകളും ഒക്കെ ചേർന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് ഇസ്ലാമിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതുപോലെ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ. ഇസ്ലാം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരാൾ പറയാണ് ഇസ്ലാം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അവിടെ നിസ്കരിച്ചാൽ മതി, നോമ്പെടുത്താൽ മതി, ഹജ്ജ് ചെയ്താൽ മതി, സകാത്ത് കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല, വിശ്വാസത്തിന്റെ കാര്യം അവിടെ പറയുന്നില്ലല്ലോ. ഇല്ല, ഇസ്ലാം എന്ന് മാത്രം പറഞ്ഞാൽ മൊത്തത്തിൽ അർത്ഥമാണ് ഉദ്ദേശം. ഇസ്ലാമും ഈമാനും മുഖ്തരിനൻ പറഞ്ഞാൽ, ചേർത്ത് പറയപ്പെട്ടാൽ ഇസ്ലാം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് 5 കാര്യങ്ങൾ. വാഹിറൻ, നമ്മൾ അവയവങ്ങളെ കൊണ്ട് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന ആ കർമ്മങ്ങൾക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പുറത്ത് ഉണ്ടാകുന്ന ഈമാൻ കൊണ്ട് ഉദ്ദേശം വിശ്വാസപരമായ കാര്യങ്ങൾ. എന്നാൽ ഇസ്ലാമി കസീറത്തുൻ ജിദ്ദൻ, അങ്ങനെ ഇസ്ലാം കാര്യങ്ങളായി പറയപ്പെട്ടത് 5 കാര്യമാണെങ്കിലും ഇസ്ലാം കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. മിൻഹ അർക്കാനുഹു, ആ ഇസ്ലാം കാര്യത്തിൽ പെട്ടതാണ് നമ്മൾ ആദ്യം പറയുന്ന ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണം. അതിന്റെ അർക്കാൻ, റുക്നുകൾ, തൂണുകൾ.
ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വ ഇഖാമത്തുസ് സ്വലാത്ത് വ ഈതാഉസ് സകാത്ത് വ സൗമു റമളാൻ വ ഹജ്ജുൽ ബൈത്ത്. ഇതാണ് അതിന്റെ അർക്കാനുകൾ, തൂണുകൾ. വമിൻഹ, ആ ഇസ്ലാമിൽപ്പെട്ടത് തന്നെയാണ് അൽ ജിഹാദു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. അല്ലാണ്ട് ജിഹാദ് എന്തല്ല? ജമാഅത്ത് പോക്കല്ല. തബ്ലീഗുകാർ ജിഹാദിന്റെ ആയത്തോതിയിട്ടാണ് എന്ത് പറയാ, ഹിമ്മത്ത് സെ ബോലോ ഭൈ ഏക് ചില്ല ലഗാവോ. എന്താ ദലീൽ? അള്ളാഹു പറയുന്നു അല്ലദീന യുഅ്മിനൂന വയജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വഅൻഫുസിഹിം. ആ ജിഹാദ് ഏക് ചില്ലയോ 4 മാസമോ ജമാഅത്ത് പോക്കല്ല, അള്ളാന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമാണ്, ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കിനെ പറ്റി അവർ. ഖുർആനിന്റെ ആയത്തുകളെ നമ്മുടെ ഹവക്കനുസരിച്ച് നമ്മളുടെ ന്യായീകരണത്തിന് വേണ്ടി വ്യാഖ്യാനിച്ചാൽ അതിന് പെണ്ണും. പക്ഷെ തമിഴൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. അതന്നെ വെറുതെ അതിനെ ന്യായീകരിക്കാൻ ഖുർആൻ ആയത്ത് എന്ത് ചെയ്തു? ദലീലാക്കി. അതുകൊണ്ടാണ് ഒരു മക്കൾ, നമ്മൾ മുമ്പ് ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാട് ഖുർആനും ഹദീസും സലഫിന്റെ ഫഹ്മനുസരിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മുൻഗാമികൾ എങ്ങനെയാണോ ഈ ആയത്തും ഈ ഹദീസും മനസ്സിലാക്കി അമൽ ചെയ്തത്, അതുപോലെ അതിന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി സലഫിനെ വിട്ടാൽ നമ്മൾ പഴിച്ചു, അത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞത് ഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹ് വഅസ്ഹാബു റസൂലില്ലാഹ്. അവരിലൂടെ വേണം ഖുർആനും ഹദീസും പഠിക്കാനും മനസ്സിലാക്കാനും അമൽ ചെയ്യാനും. അപ്പൊ ജിഹാദും അതിൽപ്പെട്ടതാണ്. വൽ അംറു ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കുക, വന്നഹ്യു അനിൽ മുൻകർ, തിന്മകളെ തടയുക, നിരോധിക്കുക, വജമീഉ മാ യജിബ്, നിർബന്ധമായും ചെയ്യേണ്ടുന്നതെല്ലാം ഇസ്ലാമിൽപ്പെട്ട തന്നെ. പക്ഷെ ഇസ്ലാം കാലം 5 ഹദീസിൽ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഇതൊന്നുമില്ല, അങ്ങനെയില്ല. അതതിന്റെ അർക്കാനുകൾ പറഞ്ഞത് മാത്രം, അല്ലാതെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇസ്ലാമിന്റെ ഭാഗമായി പറയപ്പെട്ടിട്ടുണ്ട്. ഔ യുസ്തഹബ്ബു ഫിഅലുഹു മിനൽ അഖ്വാൽ, അല്ലെങ്കിൽ വാക്കാൽ തന്നെ പറയൽ സ്തുത്യർഹമായ മുസ്തഹബ്ബായ അള്ളാന്റെ ഇഷ്ടവും പൊരുത്തവും കിട്ടുന്ന വർത്തമാനങ്ങളുണ്ട്, അതും ഇസ്ലാമിൽപ്പെട്ടതാണ്. വമിനൽ അഅമാലിൽ ജവാരിഹ്, അവയവങ്ങളെ കൊണ്ട് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന നന്മയായിട്ടുള്ള മറ്റു പ്രവർത്തികൾ, അതും ഇസ്ലാമിൽപ്പെട്ടതാണ്. വയദ്ഖുലു ഫീ ദാലിക്, അതേപോലെ ഇസ്ലാമിൽ പ്രവേശിക്കും തർക്കുൽ മുഹറമാതി മിനൽ അഖ്വാലി വൽ അഫ്ആൽ, ഹറാമാക്കപ്പെട്ട വാക്കുകളെയും പ്രവൃത്തികളെയും ഒഴിവാക്കുക, അതും എന്തിൽപ്പെട്ടതാണ്? ഇസ്ലാമിൽപ്പെട്ടതാണ്. ഇത് പറയാൻ കാരണം, ഒരാൾ പറയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അർക്കാനുഹു അൽ ഖംസ, എത്രയേ ഉള്ളൂ ഇസ്ലാം കാര്യം? 5 ഉള്ളൂ. പിന്നെ എന്തിനാ ഇതിങ്ങനെ വേണമെന്ന് പറയുന്നത്? അപ്പൊ പറയും അതും ഇസ്ലാമിൽപ്പെട്ടതാണ്. പക്ഷെ ആ 5 പ്രത്യേകത എന്താ? അത് അതിന്റെ തൂണുകളാണ്, ബാക്കിയും അതിനോടൊപ്പം ചേർക്കപ്പെടേണ്ടതാണ്. ഹറാമാക്കപ്പെട്ട വാക്കുകളും പ്രവൃത്തികളും ഒഴിവാക്കലും ഇസ്ലാമിൽപ്പെട്ടതാണ്. പക്ഷേ എങ്ങനെ ഒഴിവാക്കിയാൽ, എന്തിനു വേണ്ടി ഒഴിവാക്കിയാൽ? ഒരാൾ കള്ളു കുടിക്കുന്നില്ല, കള്ളുകൂടി ഒഴിവാക്കി, കാരണം കള്ളുകൂടി ഹറാം, അല്ലാഹു കാക്കട്ടെ. അയാൾ ഒഴിവാക്കൽ കൊണ്ട് അയാൾക്ക് നന്മന്റെ കൂലി കിട്ടൂല. പിന്നെന്ത് നോക്കിയിട്ടേ കിട്ടൂ? എന്തിനാണ് ഒഴിവാക്കിയത്? ഒഴിവാക്കിയത് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഏകദേശം ഉള്ളെല്ലാം അടിച്ചു പോയിട്ടുണ്ട് മോനെ, ഇനിയും ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നീ എന്താവും? മരിക്കാൻ ചാൻസ് ഉണ്ട്. അന്ന് സ്റ്റോപ്പ് ചെയ്തു. കൂലിയുണ്ടോ? ഇല്ല. എനിക്കൂല. അവിടെ മക്കൾ പ്രത്യേകം പറഞ്ഞു ഇദാ തറകഹ, ആ ഹറാമാക്കപ്പെട്ട കാര്യങ്ങളെ ഒഴിവാക്കിയാൽ അൽ അബ്ദു, ഒരടിമ, ഇബ്തിഗാഅ വജ്ഹില്ലാഹി തആല, അള്ളാന്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട് ഹറാമുകളെ ഒഴിവാക്കിയാൽ, അതാണ് ഈമാൻ, അതാണ് ഇസ്ലാം ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ ചില വാക്കുകൾ, ഹറാമായ വാക്കുകൾ, അത് ഞാൻ പറഞ്ഞാൽ ഒലിപ്പ എന്നെ പറ്റി എന്താ തോന്നുക, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതിൽ കൂടിയില്ല. മറിച്ച് എന്റെ റബ്ബ് പറയണ്ടെന്ന് പറഞ്ഞ വാക്കാണല്ലോ, അപ്പൊ അള്ളാഹ്ക്ക് വരുത്തക്കേട് വരുമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അതിൽ കൂടിയുണ്ട്. അതാണ് ഇസ്ലാം. അപ്പൊ ഒരു മുസ്ലിം എന്തായിരിക്കും അറിയോ? മുഹ്തസിബായിരിക്കും എല്ലാ സമയത്തും. എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന ഓരോ വാക്കും പ്രവൃത്തിയും അള്ളാഹുവിലേക്ക് ചേർത്ത് കൂലി പ്രതീക്ഷിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരിക്കും. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, അതെ ഇഹ്തിസാബിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഒരു മക്കൾ പറഞ്ഞത് റമദാൻ മാസത്തിലെ യഥാർത്ഥ മുസ്ലിം
എങ്ങനെ ആയിരിക്കും എന്നറിയോ? ഒന്നാമത്തെ നോമ്പിലുള്ള തഖ്വയായിരിക്കൂല രണ്ടാമത്തെ നോമ്പിന്, കുറച്ച് കൂടിയിട്ടുണ്ടാവും. 3 പിന്നെയും കൂടിയിട്ടുണ്ടാവും. 20 ടോപ്പിലായിട്ടുണ്ടാവും. ലാസ്റ്റ് 10 ഇങ്ങനെ പന്തലിച്ചിട്ടുണ്ടാവും. നമ്മളെയോ ഇതാരോട് ചോദിച്ചാലും എല്ലാവരും പറയും ഇന്നലെ താഴോട്ട് മാറണ്ട നമുക്ക്. ഇതെല്ലാ കൊല്ലവും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അനുഭവിക്കുന്നു. ലാസ്റ്റ് 10 27 28 എന്തെങ്ങനെയായിരിക്കും നമ്മളെ അവസ്ഥ? കഴിഞ്ഞു, മിഠായിത്തരം നിറഞ്ഞു. പക്ഷെ സഹാബത്തിന്റെ അവസ്ഥ 28 അവര് പള്ളിന്റെ ഉള്ളിലാണ് രാവും പകലും ഇഅ്തികാഫിന്. കാരണം ഇഹ്തിസാബൻ, അതാണ് ദീൻ. കൂലി പ്രതീക്ഷിക്കാണ്. കാരണം നോമ്പിന്റെ ഓരോ ദിവസം കഴിയുമ്പോൾ എന്തുവാ കൂലി കൂടി വരികയാണ്. അതിനെ പ്രതീക്ഷിച്ച് ഏറ്റവും ടോപ്പിലായിരിക്കും പിറ കാണുന്ന രാത്രിയും പള്ളിക്കുള്ളിലായിരിക്കും. ഉണ്ട് ഇഅ്തികാഫിന് റമദാൻ ഷർത്തല്ല. പക്ഷേ 10 ദിവസം തുടർച്ചയായി റമദാനിൽ പ്രത്യേകം കൂലിയുള്ള സംഗതിയാണ്. സ്വല്ലാഹി തങ്ങൾ പ്രത്യേകം ഇരുന്ന കാരണത്താൽ ഒരാള് പള്ളിയിൽ കയറി 2 ദിവസത്തേക്ക് ഞാൻ ഇഅ്തികാഫിരിക്കാണ്, കൂലിയുണ്ട്. ഇഹ്തിസാബ്. അങ്ങനെ ഒരാൾ ഹറാമുകളെ ഒഴിവാക്കൽ അതും ഇസ്ലാമിൽപ്പെട്ടതാണ്. ഇതൊരു വലിയ പോയിന്റാണ്. കാരണം പലപ്പോഴും ഹറാമായ വാക്കുകളും പ്രവൃത്തികളും ഒരു മുസ്ലിം ഒഴിവാക്കുന്നത് ഇബ്തിഗാ വജ്ഹില്ലാഹ് വേണ്ടിയിട്ടല്ല, മറ്റ് ദുനിയാവിലുള്ള നേട്ടങ്ങൾ മുന്നിൽ കണ്ടിട്ടാണ്. അങ്ങനെ ആയിക്കൂടാ. അള്ളാഹിന്റെ തൃപ്തി ഇതാണ്, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കി. അതിനോടൊപ്പം എന്തെന്ന് തരും, ആ പറയപ്പെട്ട പേടിക്കുന്ന സംഗതി ഒഴിവാക്കി തരും ചെയ്യും. വേറെ കാര്യം, അത് ഓഫറാണ്. 5 റുപ്യന്റെ ഒരു 50 റുപ്യന്റെ ഷാമ്പു വാങ്ങിയാൽ അതിന്റെ കൂടെ 2 കവർ ഷാമ്പു ഫ്രീ. നമ്മൾ വാങ്ങാൻ പോക്കേതാ? ഈ 50 പൈസന്റെ കവറല്ലല്ലോ, 50 റുപ്യന്റെ ഷാമ്പു അല്ല വാങ്ങാൻ പോക്ക്. അപ്പൊ അതിന്റെ കൂടെ 2 കവർ വേറെ ഫ്രീ കിട്ടും. അങ്ങനെ തന്നെ ഇതും നമ്മൾ ഒഴിവാക്കിയത് എന്റെ റബ്ബിന്റെ വജ്ഹിനാണ്, ഓരെന്നിൽ തൃപ്തനാവാൻ, ഓന്റെ പൊരുത്തം കിട്ടാൻ. അപ്പൊ എന്താ പറയുന്നു? പൊരുത്തവും തരുന്നു, അതിന്റെ കൂടെ ആഫിയത്തും തരുന്നു. രണ്ടും കിട്ടി. ഒരുത്തൻ ഒഴിവാക്കി. പക്ഷെ എന്തിനാ? ഇത് പേടിച്ചിട്ടാണ്. ചിലപ്പോൾ അത് രക്ഷപ്പെടും, കിട്ടാനുള്ളത് പോയി പോവുകയും ചെയ്യും. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഇതെല്ലാം ദീനിൽ ഇസ്ലാമിൽ പെട്ടതാണ്. അതുകൊണ്ട് 5 അതിന്റെ അർക്കാനുകളുള്ളൂ എന്ന് മാത്രം മനസ്സിലാക്കേണ്ട. തൂണുകളാണത്, ബാക്കി ഒരുപാട് കാര്യം അതിൽപ്പെട്ടതാണ്. അർക്കാനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഇസ്ലാമിന്റെ 5 കാര്യങ്ങൾ, തൂണുകൾ, അതാണ് ഇസ്ലാമിന്റെ അടിത്തറ, തൂണുകൾ. അല്ലത്തി യുബ്നാ അലൈഹ, അതിന്റെ മുകളിലാണ് ഇസ്ലാമിനെ കെട്ടിപ്പടുത്തുയർത്തപ്പെടേണ്ടത്. ഈ 5 ബാക്കി നമ്മൾ ഇസ്ലാമുമായി ചേർത്ത് പറയുന്ന മുഴുവൻ കാര്യങ്ങളുടെയും അടിത്തറ. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഒരാള് സൽസ്വഭാവിയാണ്, നല്ല വാക്കേ പറയൂ, എല്ലാവരാലും പരിഗണിക്കപ്പെടുന്ന നാട്ടിലെ മുത്തുപോലത്തെ ഒരു മനുഷ്യൻ, ആരും ആഗ്രഹിച്ചു പോകും കൂടെ ഒന്ന് ഇരിക്കാനും വർത്താനം പറയാനും. പക്ഷേ നിസ്കരിക്കില്ല. അയാളെ ഇസ്ലാമിന് നമ്മൾ എന്താ പറയാ? അയാൾ ഒരു ഇഷ്ടിക മാത്രമല്ല, ബിൽഡിംഗ് പോലെയാണ്. എന്തില്ലാത്ത? ഫൗണ്ടേഷൻ ഇല്ലാത്ത. അതെപ്പം പോവാനും ചാൻസ് ഉണ്ട്. അതേസമയത്ത് ഈ 5 അർക്കാനുകൾ കൃത്യമാണ്. അതിന്റെ മുകളിലാണ് സൽസ്വഭാവം, ദാനധർമ്മം, പിന്നെ അയൽപക്ക ബന്ധം, സാമൂഹിക ബന്ധം, കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം പോലുള്ള മറ്റ് ഇസ്ലാമിലെ നിയമമാക്കപ്പെട്ട കാര്യങ്ങളെ കൊണ്ട് ബിൽഡിംഗ് പണിയേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ അൽ ഈമാൻ എന്ന് പറയുന്ന കിതാബിൽ ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വദക്കറ അൽ ഖംസ, 5 ഇസ്ലാം കാര്യങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞു, അന്നഹാ ഹിയൽ ഇസ്ലാം, അതാണ് അടിത്തറയായി പറയപ്പെടുന്ന ഇസ്ലാം. ഈ 5 കാര്യങ്ങൾ, ലിഅന്നഹാ ഹിയൽ ഇബാദാത്തുൽ മഹ്ദ അല്ലതി തജിബു ലില്ലാഹി തആല അലാ കുല്ലി അബ്ദിൻ മുതീഖിൻ ലഹ, മുസ്ലിമായ ഒരു മനുഷ്യനോട് സാധിക്കുമെങ്കിൽ നിർബന്ധമായും അല്ലാഹുവിന് വേണ്ടി ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന ഇസ്ലാമിലെ 5 ഇത് മാത്രമേ ഉള്ളൂ. സംഭവം മനസ്സിലായോ? മറ്റ് ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യാം. സൽസ്വഭാവം ചില ആൾക്കാർക്ക് ഉണ്ടാവും, ചില ആൾക്കാർക്ക് ഉണ്ടാവില്ല. പക്ഷെ ബാക്കി 5 കൃത്യമായിരിക്കും. പക്ഷെ നിർബന്ധമായും ചെയ്തേ പറ്റൂ എന്ന് പറയപ്പെടാവുന്നത്
ഈ 5 കാര്യങ്ങൾക്കാണ്. വമാ സിവാഹ, ഈ 5 എണ്ണമല്ലാത്ത ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പറയപ്പെടുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഇമ്മ വാജിബുൻ അലൽ കിഫായ, ഒന്നുകിൽ അത് വാജിബുൻ കിഫായ ആയിരിക്കും, ഐനായിരിക്കൂല. ഈ 5 എണ്ണം ഐനാണ്. ഷഹാദത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ ഐനിയായ വാജിബാണ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി നിർബന്ധമാക്കപ്പെട്ടതാണ്. മറ്റവൻ ചെയ്തതിനെ കൊണ്ട് നമ്മൾ മുക്തരാവൂല. അതല്ലാത്തതോ വാജിബുൻ കിഫായ, മെയ്യത്ത് നിസ്കാരം പോലെ. അല്ലെങ്കിൽ ഒരാൾ ചെയ്താൽ മതി, ബാക്കി എല്ലാവരും രക്ഷപ്പെടും. വാപ്പയ്ക്ക് വേണ്ടി ഹജ്ജും ഉംറയും മാത്രമേ മരിച്ചവർക്കോ അല്ലെങ്കിൽ സാധിക്കാത്തവർക്കോ ഉള്ള നിയ്യത്തോടെ ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. ഒരു സഹാബി ഒന്ന് ചോദിച്ചല്ലോ, ഞാൻ എന്റെ സഹോദരന് വേണ്ടി ഉപ്പാക്ക് വേണ്ടി ചെയ്യട്ടെ. അപ്പൊ സുഹൃത്ത് തിരിച്ചു ചോദിച്ചത്, നീ നിന്റത് ചെയ്തോ? ചെയ്തു, എന്നാ ചെയ്തോ? അത് സ്വന്തം വാജിബായ സ്വന്തത്തിൻ്റെത് കഴിഞ്ഞാൽ മാത്രം ചെയ്യാൻ അർഹതയുണ്ടായിട്ട്. ഇനി ബാപ്പ മരിച്ചു, ആള് ഫക്കീറായിരുന്നു, അയാൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണ്ട? ഇല്ല. എന്താ കാരണം? മൂപ്പർക്ക് നിർബന്ധമല്ലായിരുന്നു ഹജ്ജ്, കാരണം അദ്ദേഹം ഫക്കീറായിരുന്നു. അദ്ദേഹത്തിന്റെ ഹക്കിൽ ഹജ്ജ് വാജിബല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. താല്പര്യം ഇല്ലാത്ത ആളുടെ ഹുക്മ് വരുന്നുണ്ട്. കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, പൈസയുണ്ട്, സൗകര്യം ഉണ്ടായിട്ടും ഹജ്ജ് ചെയ്യാത്തവരെ പറ്റി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറഞ്ഞു, ഇല്ല, അത് മനഃപൂർവ്വം അയാൾ ഒഴിവാക്കിയതാണ്. അയാളെ ഇസ്ലാം ചോദ്യചിഹ്നത്തിലാണ്. അയാൾ മുസ്ലിമായിട്ടാണോ മരിച്ചത് എന്നത് വരുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചറാണ്. ഒരു ഹദീസുണ്ട്, സഹിയ ഹദീസാണ്. ഹജ്ജിനുള്ള സൗകര്യം ഉണ്ടായിട്ടും പിന്തിച്ച് മരിച്ചുപോയി. അയാൾ യഹൂദിയായിട്ടോ നസ്രാനിയായിട്ടോ അല്ലാതെ മരിക്കുകയില്ല എന്ന ശക്തമായ താക്കീതുണ്ട്. ഇന്നലെ സംഗതിയല്ല. സംഭവം 8 ലക്ഷം 7 ലക്ഷം 6 ലക്ഷം റുപ്യ ആവും പോവാൻ. പക്ഷെ പൈസക്കാരൻ പോയേ പറ്റുള്ളൂ. പൈസക്കാരനാണ് അതെന്ത് നിർബന്ധം. നമ്മളെന്താ ചിന്തിക്കാം, മോനെ 8 ലക്ഷത്തിന് മിഠായിത്തരം ഇപ്പൊ ഷോപ്പ് എടുക്കാമല്ലോ. ഒറ്റടിക്ക് വെറുതെ 40 ദിവസത്തേക്ക് 8.5 ലക്ഷം കളയാന്ന് പറഞ്ഞാൽ ആ കളയുന്നതിന്റെ പേരാണ് ഹജ്ജ്. ആ കളയലാണ് ഹജ്ജ്. ഇനി 8 ലക്ഷം 9 ലക്ഷം കളഞ്ഞിട്ട് ആ സുഖ ഹജ്ജിനുണ്ടാവുമോ? പ്രതീക്ഷിക്കേ വേണ്ട. VIP ടീം തന്നെ മറ്റേക്ക് നമ്മൾ കൊണ്ടുപോവുക ഉണ്ടാവും. തുടക്കത്തിലൊക്കെ 100% സൗകര്യം ഉണ്ടാവും. മിനായിലെത്തിയാൽ അത് 50ആയി, അറഫയിലെത്തിയാൽ 25ആയി, മുസ്ദലിഫയിലെത്തിയാൽ 0 ആയി. മണ്ണ് കിടന്നുറങ്ങണം. പിന്നെ ബാക്കി മിനായിൽ ആ 0 തന്നെ കിച്ചു കൂട്ടിക്കൊള്ളണം. പിന്നെ നമ്മൾ 8 ലക്ഷം കൊടുത്ത് ഞാൻ VIP ആണ്, ഞാൻ കളക്ടറാണ്, EPS ആണ്, അല്ല നാട്ടില്. ഇവിടെ അൽ ഹുജ്ജാജ്, അള്ളാഹുവിന്റെ വഫ്ദുള്ള. ഞാൻ 50 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ 14 ലക്ഷം കൊടുത്ത ആളും 6 ലക്ഷം കൊടുത്ത ആളും ചിലപ്പം മുസ്ദലിഫയിൽ അപ്പുറം ഇപ്പുറം കിടന്നുറങ്ങും. അതാണ് ഹജ്ജ്. ഇവിടെ വേറെ വർത്താനൊന്നുമില്ല. ഫസബറുൻ ജമീൽ, അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു, അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കുക, ഇതാണ് ഹജ്ജ്. അപ്പൊ അത് ആ കഴിവുണ്ടായിട്ടും ചെയ്യുന്നില്ലെങ്കിൽ അപകടമാണ്. അവർക്കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല. എന്നാൽ ആഗ്രഹിച്ച് കൊതിച്ചിരുന്നു, രോഗിയായി പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചുപോയി, അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടില്ല, രോഗിയാണ്, എണീച്ച് പോകാൻ പറ്റൂല, അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. കൂലി എന്തായാലും അവർക്ക് കിട്ടും ചെയ്യും. അത് ചെയ്യുന്നത് സ്വയം ആദ്യം അയാളെ വാജിബ് ചെയ്ത് പൂർത്തിയാക്കിയ ആളായിരിക്കണം എന്ന് മാത്രം. ഇത് മാത്രമേ അങ്ങനെ പകരം ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുമുള്ളൂ. നിസ്കാരവും നോമ്പും അങ്ങനെയില്ല. അപ്പം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, വമാ സിവാഹ, ഈ 5 എണ്ണം അല്ലാത്തതെല്ലാം ഒന്നുകിൽ കിഫായ, വാജിബുൽ കിഫായയുള്ളൂ, അല്ലെങ്കിൽ ലിമസ്ലഹത്തിൻ ഇദാ ഹസലത് സഖത്തൽ വുജൂബ്, ചില കാര്യങ്ങൾക്ക് വേണ്ടി നിർബന്ധമാക്കപ്പെട്ടത്. ആ കാര്യം നടന്നു കഴിഞ്ഞാൽ അതങ്ങ് കഴിയും. മയ്യിത്ത് നിസ്കാരം പോലെ മയ്യത്ത് മുമ്പിലുണ്ട്, മരിച്ച കാരണത്താൽ അവിടെ 4 തക്ബീറാത്തുകൾ നിർബന്ധമുണ്ട്. അത് ചെയ്യുന്നതോടുകൂടി സംഭവം കഴിഞ്ഞു. അങ്ങനത്തെ കാര്യങ്ങൾ ഇതും ദീനിൽപ്പെട്ടതാണ്. പക്ഷെ 5 എണ്ണത്തിന്റെ ആ ഒരു ഗൗരവം അതിനുണ്ടാവില്ല. അതേപോലെ ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഹക്കിടപാടുകൾ അതും ദീനിൽപ്പെട്ടതാണ്. പക്ഷെ ഈ 5 എണ്ണത്തിൽ പെട്ടതല്ല എന്ന് മാത്രം. ഇനി ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മുസ്ലിം
മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മുസ്ലിമീങ്ങൾ അവന്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെട്ടവരായിരിക്കണം. ഒരാൾ എന്ത് ചെയ്തു? അതങ്ങ് ചെയ്തു. അയാൾ നാവുകൊണ്ടും കൈകൊണ്ടും ആരും ഉപദ്രവിക്കൂല. പക്ഷെ എന്തില്ല? അർക്കാനുൽ ഖംസ ഇല്ലെങ്കിൽ അയാൾ മുസ്ലിമായി പരിഗണിക്കൂല. കാരണം അടിത്തറ പോയി, തൂണ് പോയി. എന്നാൽ അർക്കാനുൽ ഖംസ അയാൾക്ക് കൃത്യമാണ് എങ്കിൽ അയാൾ അതിന്റെ മുകളിൽ കെട്ടേണ്ടുന്ന ബിൽഡിംഗ് ആണ് ഇത്, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളത്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? ഒരാൾ ആരും ഉപദ്രവിക്കൂല, പക്ഷെ നിസ്കാരമില്ല. ഓനെ ഉപദ്രവിക്കാതിരുന്നിട്ട് കാര്യമില്ല. കാരണം ഫൗണ്ടേഷൻ കെട്ടിയിട്ടില്ല. ബിൽഡിംഗ് വെറുതെ എടുത്തോ ഇല്ല, മുള പൊളിഞ്ഞു പോകും. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അഫ്ദലുൽ ഇസ്ലാമി, ഇസ്ലാമിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം അൻ തുതിഇമ അത്അം, എന്താണ്? ഭക്ഷണം കഴിപ്പിക്കലാണ്. വതഖറ അസ്സലാം, സലാം പറയലാണ്. അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, അറിയുന്നവർക്കും അറിയാത്തവർക്കും. എന്ന് പറഞ്ഞാൽ ആ കാലത്ത് എന്താ സംഭവം എന്നറിയോ? എല്ലാവരും ഒരേപോലെയാണ്. എല്ലാവർക്കും കന്തൂറ, എല്ലാവരും തലയെക്കിട്ട്, എല്ലാവർക്കും താടി, അതല്ല ഒന്നത്തെ അറബികളെ വേഷം. അപ്പൊ മുസ്ലിമാണോ അമുസ്ലിമാണോ തിരിച്ചറിയില്ല. പക്ഷെ ഇന്നങ്ങനല്ല, ഇന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ എന്ത് ചെയ്യാം? അറിയുന്നവർക്ക് പറഞ്ഞാൽ മതി. പക്ക ഹിന്ദു ആണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണെന്ന് മനസ്സിലായാൽ അയാൾക്ക് വേണ്ടി എന്ത് ദുആ അസ്സലാമു അലൈക്കും, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഇനി അഥവാ അവർ ഇങ്ങോട്ട് പറഞ്ഞാലോ, ഗൾഫിലൊക്കെയുള്ള അന്യമതസ്ഥർ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ വഅലൈക്കും, പറഞ്ഞങ്ങനെ വഅലൈക്കും, നിങ്ങളുടെ മേലിലും അള്ളാന്റെ ഹിദായത്ത് ഉണ്ടാവട്ടെ. അവിടെ അവർക്ക് വേണ്ടിയുള്ള ദുആന്റെ ലക്ഷ്യം ഹിദായത്താണ്, രക്ഷയല്ല. കാരണം ഹിദായത്ത് ഇല്ലാത്തവർക്ക് അള്ളാഹു ഒന്നും കൊടുക്കൂല, രക്ഷ കൊടുക്കൂല. വഅലൈക്കും അവർക്കുള്ള മറുപടി. അപ്പം ശൈഖുൽ ഇസ്ലാം പറഞ്ഞത് ഇതേപോലെ ഹദീസിൽ വന്നിരിക്കുന്ന ഇസ്ലാമിലേക്ക് ചേർത്തി പറയപ്പെട്ട സംഗതികളുണ്ടല്ലോ, അതൊക്കെ ഈ 5 അടിത്തറ പൂർത്തിയാക്കിയ ഒരാള് ബിൽഡിംഗ് പണിയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ 5 എണ്ണം ഇല്ലെങ്കിൽ അതൊന്നും ഉപകാരപ്പെട്ടതായിരിക്കുകയില്ല. ഹാഫിൽ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹികം എന്ന് പറയുന്ന കിതാബിൽ ഇങ്ങനെ പറഞ്ഞതായി കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം 5 കാര്യത്തിന്റെ മേലാണ് എടുക്കപ്പെട്ടിരിക്കുന്നത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നിട്ട് ഹജ്ജ് വരെ പറഞ്ഞ 5 കാര്യം. അതിന്റെ ശറഹിൽ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അന്നൽ മുറാദ മിൻ ഹാദൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന ഹാദിഹിൽ ഖംസ, ഈ 5 കാര്യങ്ങൾ കൽ അർക്കാനി, തൂണുകൾ പോലെയാണ്, വദ്ദആഇമി ലിബുനിയാനിഹി, ഒരു കെട്ടിടത്തിന്റെ മതിലുകൾ പോലെയാണ്. ഇതാണ് ഈ 5 എണ്ണം, ഇസ്ലാം എന്ന ബിൽഡിങ്ങിന്റെ 5 തൂണുകൾ. ഫലാ യസ്ബുതുൽ ബുനിയാനു ബിദൂനിഹ, ആ തൂണില്ലാതെ കെട്ടിടം എന്തില്ല, ഉറച്ചു നിൽക്കൂല, വീണുപോകും. വഅന്ന ബഖിയത്തുൽ ഖിസാൽ, എന്നാൽ ഇസ്ലാമിലേക്ക് ചേർത്ത് പറയപ്പെട്ട ഈ 5 അല്ലാത്ത ബാക്കി പല കാര്യങ്ങളും പലതും അതൊക്കെ കതതിമ്മത്തുൽ ബുനിയാൻ, കെട്ടിടത്തിന്റെ പൂർത്തീകരണം പോലെയാണ്. വയറിങ്, പെയിന്റിങ്, പിന്നെ ഫ്ലോറിങ്, ഇതൊക്കെ പോലെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ. فإذا فقد شيء من الخصال المتمة نقص البنيان, ബിൽഡിങ്ങിനെ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുപോയാൽ ബിൽഡിംഗ് പോവില്ല, പക്ഷെ ബിൽഡിങ്ങിന്റെ പൂർണ്ണത കിട്ടില്ലാന്നേ ഉള്ളൂ. അല്ലേ? സംഭവം നല്ല തറയിട്ടു, ചുമര കെട്ടി, തേച്ചില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുള്ള പ്രശ്നം എന്താ? ഒരു അയബുണ്ടാവും, ഇതിപ്പോ തേക്കാത്തത്. ഇല്ലെങ്കിൽ ഫ്ലോർ ടൈൽസ് ഇട്ടില്ല, ഇപ്പോഴും ചളിയും മണ്ണും തന്നെ. അതായിരിക്കും ഈ 5 എണ്ണം കൃത്യമാണ്, പക്ഷെ സ്വഭാവമില്ല, നല്ല വർത്താനമില്ല, സാമ്പത്തിക മേഖല ക്ലിയർ അല്ല, കുടുംബബന്ധം ക്ലിയർ അല്ല, ദാമ്പത്യം ക്ലിയർ അല്ല. ഇതുപോലെ ഉണ്ടാവും, പെയിന്റ് എടുക്കാത്ത പോലെ ഉണ്ടാവും. ഫൗണ്ടേഷൻ ഓക്കെ 5 എണ്ണം ഉണ്ട്, ബാക്കിയുള്ളത് ഇല്ലാതാവുമ്പോൾ നഖ്സ് വരും. അവന്റെ ഇസ്ലാം ന്യൂനതയുള്ള ഇസ്ലാമായിരിക്കും. വലാകിൻ യബ്ഖാ, ബിൽഡിംഗ് തന്നെ ഉണ്ടാവും, പക്ഷെ അതിന് ഐബ് ഉണ്ടാവും. അതേപോലെ ഇനിയോ ബിഖിലാഫി നഖ്സി ദആഇമിൽ ഖംസ്, ഈ 5 എണ്ണം തൂണുകളാകുന്ന 5 എണ്ണം ഒഴികെ അതിൽ ഏതെങ്കിലും ഒന്ന് പോയാൽ തേക്കാത്ത പോലെ ആയിരിക്കൂല, ബിൽഡിംഗ് അങ്ങനെ താഴത്തേക്ക് പോകും. സംഭവം മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ 5 എണ്ണം തൂണുകൾ അത് കൃത്യമായിരിക്കണം.
فإن الإسلام ينتقص بفقد جميعها بغير إشكال. തൂണുകളില്ലെങ്കിൽ ആ ബിൽഡിംഗ് മൊത്തം പൊളിഞ്ഞു വീഴുമെന്ന കാര്യം സംശയമില്ലാതെ നമുക്ക് മനസ്സിലാവും. അതേപോലെയാണ് അർക്കാനുൽ ഇസ്ലാം, ഷഹാദതൈൻ, പിന്നെ നിസ്കാരം, പിന്നെ സകാത്ത്, പിന്നെ നോമ്പ്, പിന്നെ ഹജ്ജ്. തർത്തീബ് നിർബന്ധമാണ്. പിന്നെ ഹജ്ജ്. ഈ 5 എണ്ണം അത് ആണ് ഇസ്ലാമിന്റെ അർക്കാനുകൾ. അത് പൂർത്തിയായിക്കൊള്ളാം. ബാക്കി അതിനെ കുറച്ചൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യാനും അലങ്കൃതമാക്കാനോ ഒക്കെ ഉദ്ദേശിക്കുന്നെങ്കിൽ ബാക്കി റസൂലുള്ളാഹി പറഞ്ഞെന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബില്ലിംഗ് പൂർത്തിയാക്കണം. ഇവിടെ ഒരു മസലയുണ്ട്. ഒരാള് നിസ്കാരം കൃത്യമാണ്, സകാത്തിനും ഒക്കെ, റമദാനിന് നോമ്പിനും ഒക്കെ ഹാജിയുമാണ്. പക്ഷെ ഷഹാദത്തൈൻ എന്ന റുക്ൻ പൊളിഞ്ഞാൽ ബില്ലിംഗ് പോയി. കാരണം ഇതിന്റെ അസ്ൽ എന്ന് പറയുന്നത് ഈ 2 ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അതാണ് ആദ്യത്തെ കല്ല്. ആ കല്ല് പോയിട്ട് ബാക്കി ഇത്ര കല്ല് വെച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞല്ലോ, ഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. തൗഹീദില്ലാത്ത അമൽ പാഴാണ്. സുന്നത്തല്ലാത്ത ബിദ്അത്തായ അമലുകൾ അതും തള്ളപ്പെട്ടതാണ്. ഇതാണ് 2 ഷഹാദ. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്തൗഹീദ്, മറ്റേത് അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അസ്സുന്ന. ഇത് 2ഉം നിർബന്ധം. അത് നഷ്ടപ്പെട്ടു പോയാൽ ഒക്കെ പോയി എന്ന് മാത്രമല്ല, അവർ ഇസ്ലാമിന്റെ മില്ലത്തിന്റെ അകത്തുള്ളവരാണെന്ന് പോലും പറയാൻ പറ്റൂല. നമ്മൾ മനസ്സിലായല്ലേ? നിസ്കാരം ഉണ്ടല്ലോ, കാര്യമില്ല. അയാൾ കറക്റ്റ് സക്കാത്ത് കൊടുക്കുന്ന ആളാണ്, കാര്യമില്ല. നോമ്പെടുക്കുന്ന ആളാണ്, കാര്യമില്ല. 10 ഹജ്ജിന്റെ ഹാജിയാണ്, കാര്യമില്ല. ഇതുവരെ 2 ഷഹാദത്ത് പൂർത്തിയാകുന്നവരെ. എപ്പോഴാണ് 2 ഷഹാദത്ത് പൂർത്തിയാവുക? ശുറൂത്തുകളും അർക്കാനുകളും നവാഖിദുകളും പാലിച്ചും ശ്രദ്ധിച്ചും ഷഹാദ പറഞ്ഞാൽ. എത്ര ഷർത്തുകൾ? പറഞ്ഞാൽ ഒരു ഗ്ലാസ് ചായ ഫ്രീ. ഏത്? 7 എണ്ണം. ഇൻഷാ അല്ലാഹ്. ഇതിപ്പോ ചായ കൊടുത്തേ പറ്റൂ. കട്ടൻ ചായ 2 ഗ്ലാസ് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ഉത്തരവാദിത്തമായി പോകും. 7 എണ്ണം. ശുറൂത്ത് ഷഹാദ 7. العلم واليقين والقبول والانقياد فدر ما أقول الصدق والإخلاص والمحبة وفقك الله لما أحبه. പണ്ട് നിസ്കാരത്തിന്റെ ഫർദ് 14 പഠിച്ചില്ലേ? അതിന് മുമ്പ് പഠിക്കേണ്ടതായിരുന്നു, പക്ഷെ പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പഠിപ്പിക്കാതിരുന്നത് കോഴിക്കോടുള്ള ഈ ജാറങ്ങൾ ഉണ്ടാക്കാനും തങ്ങന്മാർക്ക് ഇങ്ങനെ വരാനും പിന്നെ മുല്ലക്കോയാക്ക് ബുഖാരി ആവാനും മുത്തുക്കോയാക്ക് ജിഫ്രി ആവാനും അതിനൊക്കെ വേണ്ടിയാണ് ഷഹാദത്തിന്റെ ശുറൂത്തുകൾ പഠിപ്പിക്കാതിരുന്നത്. ഷർത്തും ഫർദും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഷർത്ത് ഒരു അമലിന്റെ മുന്നോടിയായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫർദ് ആ അമലിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിസ്കാരത്തിന്റെ ഷർത്താണ് ഏത്? ശുദ്ധി, വുളു കൊടുക്കൽ, കിബ്ലക്ക് മുന്നിടൽ. അത് നിസ്കാരത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതല്ലേ? എങ്കിൽ ഷഹാദത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതാണ് ഈ 7 എണ്ണം. ഇതറിയാത്ത ഒരാൾ ഷഹാദത്ത് എങ്ങനെയാ അള്ളാഹുവിനടുക്ക് സഹിയാവുക? ഗൗരവത്തിൽ ചിന്തിക്കണം. സലഫികൾക്ക് വരെ അറിയില്ല. ഇതൊരു ദുഃഖ സത്യമാണ്. ഒരു നൂറ്റാണ്ട് കാലമായി തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വരെ ഷഹാദത്തിന്റെ ഷർത്തുകൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. പഠിച്ചേ പറ്റും. ഫർദുകൾ എത്രയാ? 2 എണ്ണം. മാഷാ അല്ലാഹ്, 2 എണ്ണം. നിസ്കാരത്തിന്റെ 14 ഫർദ് അറിയാം. തൊട്ടു മുമ്പുള്ള ഷഹാദന്റെ 2 ഫർദ് അറിയില്ല എന്ന് പറഞ്ഞാൽ എവിടെ കിടക്കുന്ന നമ്മൾ? ഇൽമുകളിൽ ഏറ്റവും ഉന്നതമായ ഇൽമ് ഇൽമുൽ അഖീദ, തൗഹീദിന്റെ ഇൽമാണ്. അതിന്റെ മസ്അല പഠിക്കലാണ്. ഞാൻ എങ്ങനെ പറഞ്ഞാലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യുക, അല്ലെങ്കിൽ സ്വഹീഹാവുക, അതിനെപ്പറ്റി ആദ്യം ചിന്തിക്കണ്ട. എണ്ണി പഠിക്കണം. മക്കളും പഠിക്കണം, ചെറുപ്പക്കാരും പഠിക്കണം, പ്രായമുള്ളവരും പഠിക്കണം, ആണും പെണ്ണും ഒക്കെ പഠിക്കണം. ഞാൻ ഒരിക്കൽ ഉംറക്ക് പോയപ്പോ ക്ലോക്ക് ടവറിൽ ഇങ്ങനെ ഇറങ്ങി. ഞാൻ ചിലപ്പോൾ VIP ഗ്രൂപ്പിൽ അമീറായിട്ട് പോകും. നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ 5 സ്റ്റാർ ഫുഡ്,
ഉംറ എല്ലാവർക്കും ഒരേപോലെ തന്നെ അല്ലേ, അതെല്ലാം ഒരേപോലെ ചെയ്യും, ഹറമിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടല്ലേ. ബാക്കിയൊക്കെ നല്ല റാഹത്തായിട്ട് നടക്കും. ഫുഡ് എന്നെല്ലാം പറഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഒരിക്കൽ പോയി നോക്കാം, നേരം അറിയാം. റാഹത്താണ്. VIP ടീം പോയാൽ അമീറാകുമ്പോൾ ഫ്രീ ആയിട്ട് പോയിട്ട് വരും ചെയ്യാതെ പറയുന്നത്. ഇങ്ങനെ ഇറങ്ങി വരുമ്പം ഒരു മൂലയിൽ കുളക്കവറിന്റെ താഴെ ഒരു ശേഖരിക്കുന്നു, നല്ല താടി വെച്ച ഇതിട്ട അറബി കുറേ ദായാണ്, കുറേ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നു. ഞാൻ പോയിട്ട് കുറേ ലീഫ്ലെറ്റും പുസ്തകവും കിതാബെല്ലാം എടുത്തു, പരിചയപ്പെട്ടു. എവിടുന്ന? ഹിന്ദിയാണ്. മാഷാ അല്ലാഹ്. മുംബൈ, കേരള എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര അങ്ങനത്തെ ഇതുണ്ട് കേരളക്കാർക്ക് കേട്ടോ. എവിടെ പോയാലും, അത് കേരളത്തിന് വെളിയിൽ ഇന്ത്യയിൽ തന്നെ പോയാലും ഇന്ത്യൻ്റെ വെളിയിൽ പോയാലും കേരളക്കാരങ്ങ് മദ്രാസ് വാല എന്ന് പറയും, ഇല്ലെങ്കിൽ മലബാരി, അറബികൾക്ക് മലബാരി. ഭയങ്കര കാര്യമാണ്. ഭയങ്കര കഹുവെല്ലാം തന്ന് ഇരുത്തി എന്നോട് ചോദിച്ചു എന്താ പണി? നമ്മൾ ഖത്തീബാണ്. മാഷാ അല്ലാഹ്. എന്നിട്ട് ചോദിക്കാണ് ഫസ്റ്റ് ഖത്തീബ എന്ന് പറഞ്ഞപ്പം അയ്നല്ലാ. നമ്മളെ ഖത്തീബ് എന്ന് പറയും നമ്മളെ നാട്ടിൽ ചോദിച്ചാൽ എന്തുവായി? ഖത്തീബിനോടൊക്കെ ചോദിക്കേണ്ട ചോദ്യം, എസ്രപ്പുള്ളവരോട് ചോദിക്കുന്ന അയ്നല്ലാ, അള്ളാഹു എവിടെയാണ്? നമ്മൾ ഓഫീസ്. മാഷാ അല്ലാഹ്. മാ മഅനാ ഇസ്തിവാഉല്ലാഹ്, അല്ലാഹ് അർശിന്റെ മുകളിലെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞു ഉലൂഹു അലൽ അർശ്. അയാൾ വന്ന് കെട്ടിപ്പിടിച്ച് ഒരു അറാക്കെല്ലാം തന്ന് എന്നോട് പറഞ്ഞതറിയോ, നാട്ടിൽ പോയാൽ ഇത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ടിക്കറ്റുകൾ എടുത്തിട്ട് ഇരിക്കുകയാണ്, എങ്ങനെ ജന്നത്തുൽ ഫിർദൗസിലേക്ക് പോവാന്. പക്ഷെ ഈ ചോദ്യങ്ങൾക്ക് അർത്ഥം കിട്ടുന്നില്ലെങ്കിൽ അപകടമാണ്. അഹ്ലു സുന്ന വൽ ജമാഅന്റെ അഖീദയുടെ പ്രാഥമിക ഇൽമ് അതിൽപ്പെട്ടതാ ശുറൂത്തുകളും അർക്കാനുകളും നവാഖിദുകളും. ഷഹാദ ബാത്തിലാവുന്ന കാര്യങ്ങൾ എത്രണ്ണം? 10 നവാഖിദുൽ ഇസ്ലാമി 10. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും അടുത്ത ക്ലാസ്സുകളിൽ, എഴുതി വെച്ച് ഒക്കെ വിട്ടിട്ട് പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. എല്ലാം പറയും ഇൻഷാ അല്ലാഹ്. അർക്കാനുൽ ഇസ്ലാമിന്റെ വിശദീകരണത്തിൽ ഇതെല്ലാം വരും, ഓരോന്നോരോന്ന് പഠിച്ചേ പറ്റുള്ളൂ. മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളിപ്പോ സാധാരണ മക്കളുടെ മദ്രസ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം അളക്കൽ എന്ത് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാ? നമ്മുടെ നിസ്കാരം നോക്കൂ. നിസ്കാരത്തിൽ പറയാനുള്ള അദ്കാറുകൾ, തസ്ബീഹാത്തുകളും ആയത്തുകളൊക്കെ ഓതുന്നുണ്ടോ നോക്കൂ. ഖുർആൻ ഓതുന്നുണ്ടോ? എങ്കിൽ മദ്രസ ഓക്കെ. പക്ഷെ അതിന് മുമ്പ് നോക്കേണ്ടതാ അഖീദ പഠിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് സലഫി മദ്രസകളിൽ മെയിൻ വിഷയം അഖീദയാണ്, തൗഹീദാണ്. അഖീദ അറിയാത്ത ഒരാൾക്ക് ഇബാദത്തില്ലല്ലോ, അമലുകളില്ലല്ലോ. വളരെ ഗൗരവത്തിൽ ഷഹാദത്തുമായി ബന്ധപ്പെട്ട പഠനം, അതിന്റെ ചർച്ച, അതിന്റെ മസലകൾ അത് നമ്മൾ പഠിച്ചെടുത്തേ പറ്റുള്ളൂ. കാരണം ഇത് രണ്ടും പോയാൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അതാണ് രണ്ടാമത്തെ ഷഹാദ. അത് സഹീഹാവാനുള്ള ഷർത്തുകൾ എത്ര? 4 അവൻ പഠിക്കണം. അതും പഠിച്ചു കഴിയുമ്പം നമുക്ക് പിന്നെ ദീനിന്റെ കൽപ്പനകൾ സ്വീകരിക്കൽ പ്രയാസകരമാവില്ല, എളുപ്പമായിരിക്കും, സന്തോഷത്തോടെ സ്വീകരിക്കും. കാരണം ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞു. അറബിയിലൊരു ചൊല്ലുണ്ട്, ജനങ്ങൾ അവർക്കറിയാത്ത വിഷയത്തിന്റെ ശത്രുക്കളായിരിക്കും, അല്ലെ? സ്കൂളിൽ ഏറ്റവും അധികം ദേഷ്യമുള്ള ടീച്ചർ ആരെങ്കിലും മാത്സിന്റെ, എല്ലാവരും തന്നെ പറയാം. മാത്സിന്റെ ടീച്ചറോട് എന്തോ വെറുപ്പ്, ടീച്ചർ നമ്മൾ എന്തെങ്കിലും ആക്കിനോ? ഒന്നുമില്ല. ചമ്മക്ക് ശരിക്കും വെറുപ്പ് എന്തിനോടാ? മാത്സ് എന്ന വിഷയത്തോടാണ്. അത് പഠിപ്പിക്കുന്ന ടീച്ചറോടും വെറുപ്പായി. ഏറ്റവും ഇഷ്ടാരെയാ? മലയാളം സെക്കൻഡ് പാത്തുമ്മന്റെ ആട് വന്ന് വായിക്കുന്ന രസം, കഥ വായിക്കാൻ, അത് വായിക്കുന്ന ഭാഷനോടും ഒരു പ്രത്യേക പ്രിയം. അതൊരു പൊതു നിയമമാ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ. അറിവില്ലാത്തതിനോട് ശത്രുത. അതുകൊണ്ട് ദീനിന്റെ പല കാലത്തിനോട് നമുക്ക് വിയോജിപ്പ് വരുന്നത്, നമുക്ക് പിന്നെ ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും പറ്റാത്ത അറിയാത്തോണ്ടാണ്. ഷഹാദയുടെ ശുറൂത്തുകളും മർക്കാനുകളും നവാഖിദുകളും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പം ഇതൊക്കെ ഞാൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് ഖൽബ് നമ്മളെ ഇങ്ങോട്ട് ഉപദേശിക്കും. നഫ്സുൻ മുത്മഇന്ന. നഫ്സ് 3 തരമുണ്ടല്ലോ, ലവ്വാമ, പിന്നെ അമ്മാറ, മുത്മഇന്ന. അമ്മാറ അല്ലാഹു കാക്കട്ടെ, തിന്മകളെ മാത്രം പറയുന്ന നഫ്സ് പക്ക ജാഹിലായിരിക്കും, ജാഹിൽ മുത്ലഖ്. നഫ്സ് നന്മ, ഇന്ന നഫ്സ അമ്മാറത്തുൻ ബിസ്സൂ, നന്മയിലേക്ക് ആ നഫ്സ് ഒന്നും ചായ പോലുമില്ല. ലവ്വാമ, ആക്ഷേപിക്കുന്ന നഫ്സ്. 2 തരത്തിലുണ്ട്. ഒന്നുകിൽ ഒരു നന്മ ചെയ്യാനുള്ള അവസരം കിട്ടി നമ്മൾ നഷ്ടപ്പെടുത്തി,
പിന്നെ അത് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. എന്നാലും നീ ആ ചാൻസ് കളഞ്ഞല്ലോ, എനിക്ക് കിട്ടൂലല്ലോ. അത് നല്ലതാണ്. തിന്മ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ട് അതിനെ ഒഴിവാക്കി, അതിലും എന്ത് ചെയ്യും? ബോംബെ പോയി. ഇപ്പൊ ചങ്ങൈമാരുടെ റൂമിൽ പഴയ ബോംബെ മേഴ്സന്റെ കണ്ടുമുട്ടുമ്പോ അവരെന്ത് ചെയ്യുന്നുണ്ട്? രണ്ടെണ്ണം അടിക്കുന്നുണ്ട്. നമ്മളിപ്പോ സെൽഫിയല്ല, നമുക്ക് ഹറാമായി അടിക്കാൻ പറ്റൂല. തിരിച്ച് നാട്ടിലെത്തി ഇങ്ങനെ ഇരിക്കുമ്പോ നല്ല ചാൻസ് ആയിരുന്നു. ബോംബെയിലല്ലേ, ആരും അറിവില്ല, ആരും കാണൂല്ല. ഈ നഫ്സ് അപകടകാരിയായ നഫ്സാണ്. ഈ ആക്ഷേപം അപകടമാണ്. കാരണം അത് നമ്മളെ അങ്ങനെ ആക്ഷേപിച്ച് ഹറാമിലേക്ക് കൊണ്ടുപോകും. അള്ളാഹു കാക്കട്ടെ. മൂന്നാമത്തത് നഫ്സുൽ മുത്മഇന്ന. നന്മയല്ലാണ്ട് ആ നഫ്സ് അയാളെ ഉപദേശിക്കില്ല. തിന്മ വരുമ്പം നഫ്സ് തടയും അയാളെ വിളിക്കുക, യാ അയ്യതുഹൻ നഫ്സു അൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക് റാദിയതൻ മർദിയ. അല്ലാഹു നസീബാക്കി തരട്ടെ. ഇതാണ് ഷഹാദ. ഈ അർക്കാനുൽ ഖംസയിൽ ഷഹാദ പോയാൽ ബാക്കി ഒന്നിനെ കൊണ്ടും കാര്യമില്ല. അതേപോലെ ബാക്കി എന്തുണ്ടെങ്കിലും ഷഹാദയുണ്ട്, അതേപോലെ സക്കാത്തുണ്ട്, നോമ്പുണ്ട്, ഹജ്ജുണ്ട്. പക്ഷെ നിസ്കാരമില്ലെങ്കിൽ അതും അയാളെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന സംഗതിയാണ്. ഷഹാദൊക്കെ മുവഹിദാണ് ആള്, സുന്നയാണ്. ബാക്കി അർക്കാനുൽ ഖംസയിലെ ബാക്കിയൊക്കെ റെഡിയാണ്, പക്ഷെ നിസ്കാരമില്ല. പിന്നെ ശൈഖുൽ ഇസ്ലാം പറഞ്ഞു, അന്നഹു വറദത് അദില്ലത്തുൻ കസീറ, ഒരുപാട് തെളിവുകൾ വന്നിട്ടുണ്ട്, ദലീലുകൾ വന്നിട്ടുണ്ട്. തദുല്ലു, അതറിയിക്കുന്നു, അല അന്ന മൻ തറക സ്വലാത, ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയാൽ ഖറജ മിനൽ ഇസ്ലാം, അയാൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്നു എന്നതിന് ഇഷ്ടം പോലെ ദലീലുകൾ ഖുർആനിലായി സുന്നത്തിലായി വന്നിട്ടുണ്ട് എന്ന് ശൈഖുൽ ഇസ്ലാം പറയുന്നുണ്ട്. വദക്കർ, അതേപോലെ അദ്ദേഹം പറഞ്ഞു, അന്ന ബഅദ അഹ്ലിൽ ഇൽമി, ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അൽ ഇജ്മാ ഉണ്ട് എന്നത് മിനസ് സഹാബ വത്താബിഈൻ, സഹാബാക്കളിലും താബിഈങ്ങളിലും ഉള്ളവരിൽ ഇജ്മാ ഉണ്ട്. അലാ ദാലിക്, ഇതിന്റെ മേൽ നിസ്കാരം ഒഴിവാക്കൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റാണ് എന്ന വിഷയത്തിൽ സ്വഹാബത്തിന്റെ ഇജ്മാ ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിം നിസ്കാരം ഒഴിവാക്കുന്നവനാവില്ല. മൻ തറക സ്വലാത മുതഅമ്മിദൻ ഫഖദ് കഫർ, അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഒരു നിസ്കാരം ഒഴിവാക്കിയാൽ, സ്വലാത്തൻ, ഒറ്റ നിസ്കാരം. ശൈഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വലാത്തൻ ഐ സ്വലാത്തൻ വാഹിദതൻ, ഒറ്റ നിസ്കാരം. മുതഅമ്മിദൻ, ശരിയായിട്ടുള്ള ഉദറ് കൊണ്ടല്ല, മനഃപൂർവ്വം. നിസ്കരിക്കണം എന്നും അറിയാം, നിർബന്ധമാണെന്നും അറിയാം, സമയമുണ്ട്, ആരോഗ്യമുണ്ട്, സൗകര്യമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ വേണ്ട, ഒന്ന് പുറത്തായി, ഖറജ മിനൽ ഇസ്ലാം. അതുകൊണ്ട് നിസ്കാരം, ഷഹാദയുണ്ട്, തൗഹീദുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം ഉണ്ട്. നിസ്കാരം ഇല്ലെങ്കിൽ അത്ര വലിയ ശാഫിഈ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ ഒരാള് വീട്ടിലോ നാട്ടിലോ ഉണ്ടെങ്കിൽ നിസ്കാരം ഒഴിവാക്കുന്ന ഒരാൾ, അയാളോട് ഇസ്തിതാബത്തിന് ആവശ്യപ്പെടണം, തൗബ ചെയ്യാൻ. 3 ദിവസം നാട്ടിലെ ഖാദി ഇസ്തിതാബത്തിന് കൊടുക്കും. സലാസത അയ്യാം ബിൽ ഇസ്തിതാബ, തൗബ ചെയ്ത് മടങ്ങി വരാൻ. കാരണം അത്തൗബത്തു തഹ്ദിമു മാ ഖബ്ലഹ, തൗബയോട് കൂടി ബാക്കിയെല്ലാം മാഫായി. 3 ദിവസം തൗബ ചെയ്യാൻ കൊടുത്തിട്ടും അയാൾ തൗബ ചെയ്യുന്നില്ലെങ്കിൽ അയാളെ നാട് കടത്തണം. എന്തിനാ? മാഹൗലുമ, മാറ്റാൻ. നിലവിലുള്ള സാഹചര്യത്തിലായിരിക്കാം നിസ്കാരം ഒഴിവാക്കുന്നത്, അത് മാറ്റാൻ വേണ്ടിയിട്ട് നാട് കടത്തണം. എന്നിട്ടും അയാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അവന്റെ പിരടി വെട്ടി കൊന്നുകളയണം. അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റൂല, മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ ഖബറടക്കാനും പറ്റുകയില്ല. കാരണം നിസ്കാരം ഒഴിവാക്കിയവൻ കാഫിറാൻ, ഇസ്ലാമിന്റെ ഹുക്മുകൾ അവന് ബാധകമല്ല. എത്ര ആളുണ്ടാവും? അല്ലാമ ഇബ്നു ബാസ് റഹിമഹുല്ലാഹയോട് ഒരു സ്ത്രീ ഒരു ഫത്വ ചോദിക്കാൻ ഞെട്ടിപ്പോയി. ചോദ്യം ഇതാണ്, ഞാൻ ഭർത്താവുള്ള സ്ത്രീയാണ്, എന്റെ ഭർത്താവ് നിസ്കരിക്കാറില്ല, പലപ്പോഴും പല പ്രാവശ്യമായി ഞാൻ എന്റെ ഭർത്താവിനെ ഉപദേശിച്ചു, ഇതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തു, അയാൾ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ശാരീരിക ബന്ധത്തിന് അയാൾ താല്പര്യം കാണിച്ചു വരുമ്പോൾ സമ്മതിക്കാറില്ല. അതിൽ എനിക്ക് കുറ്റമുണ്ടോ? കുടുംബിനിയാണ്, അയാൾ തറവാടിത്തുള്ള സ്ത്രീയാണ് ചോദിച്ചത്. അയാൾ ഭർത്താവിന്റെ ഹക്കാണ്, ആ ഹക്ക് തടയാണ് ഇവള്. അപ്പൊ അതിലെനിക്ക് കുറ്റമുണ്ടോ? ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഫത്വ കൊടുത്തെന്തറിയോ? നീ കുറ്റക്കാരിയല്ല എന്നല്ല,
എത്രയും പെട്ടെന്ന് അയാളോട് തലാഖ് ചോദിച്ച് വാങ്ങിക്കൊള്ളണം. ഫസ്ഖ് ചെയ്തിട്ട് നീ ഇതിന്റെ പുറക്കേക്ക് പോയിക്കൊള്ളണം. കാരണം നിസ്കാരം ഒഴിവാക്കലോടെ അയാൾ കാഫിറായി. കാഫിറായ ഭർത്താവും മുസ്ലിമത്തായ പെണ്ണിന്റെയും നിക്കാഹ് അഖ്ദ് സഹീഹല്ല. അത് വെച്ച് നോക്കിയാൽ, ദീനിന്റെ നിയമം വെച്ച് നോക്കിയാൽ വെരി ഡേഞ്ചർ. നമ്മൾ ചില കാര്യങ്ങൾ ഇന്നലെ നമ്മുടെ നാട്ടില് കാനങ്ങാട് മുച്ചക്കാട് നമ്മൾ ഉപ്പാൽ ചെറിയൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമ്മളെല്ലാവരും ശനിയാഴ്ച പോയിട്ട് കൂടും. ഞായറാഴ്ച രാവിലെ സുബഹയ്ക്ക് ശേഷം നമ്മൾ കിതാബ് വായിക്കും. അനിയന്മാരൊക്കെ ഉണ്ടാവും. ഒരാൾ വായിക്കും, നമ്മളൊക്കെ കൂടി കേൾക്കും. ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്ന നവാഖിദുൽ ഇസ്ലാമാണ്, അതിന്റെ ഷറഹാൻ. അപ്പൊ ഒന്നാമത്തെ നവാഖിദിൽപ്പെട്ട ഒന്നാമത്തെ നാഖിദ് എന്ന് പറഞ്ഞാൽ അശ്ശിർക്കു ഫീ ഇബാദത്തില്ലാഹി തആല. ഇബാദത്തിൽ ശിർക്ക് വന്നാൽ കാഫിറായി. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഷറഹിൽ പറയാണ്, അങ്ങനെ ഷിർക്കുൽ അക്ബർ ഒരാൾ ചെയ്തിട്ട് കാഫിറായാൽ, ഷിർക്കുൽ അക്ബർ ഏതാ? അള്ളാഹുവിന് പകരക്കാരനെ ഉണ്ടാക്കുക, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുക, സഹായം തിടക്കോ. അയാളുടെ ദുനിയാവിലുള്ള ഹുക്കം എന്താണ്, ആഖിറത്തിലുള്ള ഹുക്കം എന്താണ്? ദുനിയാവിലുള്ള അയാളുടെ ഹുക്കം, ഷിർക്കുൽ അക്ബർ ചെയ്ത് ഇസ്ലാം എന്ന് പുറത്തായ മുശ്രിക്കിന്റെ ഹുക്കം, ഒന്ന്, അയാളുടെ വിവാഹബന്ധം ബാത്തിലാകുന്നു. അങ്ങനെ കോഴിക്കോട് എന്ത് പള്ളി എന്നാ പറയാ? ഷെയ്ഖിന്റെ പള്ളി. ഷെയ്ഖിന്റെ പള്ളി പോയിട്ട് അപ്പം നേർച്ചയാക്കി ഷെയ്ഖ് ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന പെണ്ണും അള്ളാഹു മാത്രമെന്ന് പറയുന്ന ചെക്കനും തമ്മിലുള്ള വിവാഹം ബാത്തിലാണ് എന്നർത്ഥം. ഒരു സങ്കടകരമായ അവസ്ഥ പറഞ്ഞോട്ടെ, സലഫികളും അല്ല മുജാഹിദുകളും പെണ്ണിന് പുതിയാപ്പിള്ള നോക്കുമ്പോ എന്തിന്റെ നോക്കുന്നു അല്ലേ? കോഴിക്കോട് എങ്ങനെ നിങ്ങൾക്ക് അറിയില്ല, അള്ളാഹു ആല. മൊത്തത്തിൽ പറയാം, കുഫു ഒക്കെ ഉണ്ട് എന്നാ പറയാ. നമ്മൾ വലിയ പൈസക്കാരാണ്, നമ്മൾ കുട്ടിച്ചെറിയിലെ വലിയ തറവാട്ടുകാരാണ്, വലിയ തറവാടിയാണ്. അപ്പൊ നമ്മളെ പെണ്ണിനെടുക്കുന്ന ചെക്കനും എന്താവണം? കുഫു ഒക്കെ ഉണ്ട്. ശരിയാണ്, കുഫു ഒക്കെ ദീനിന്റെ നിയമമാണ്. അപ്പൊ പണത്തിന് പണം വെക്കണം. പക്ഷെ കുഫുവിൽ ഒന്നെന്താ അറിയോ? അല്ല അഖീദ. അല്ല അഖീദ. അഖീദ ഒക്കുന്നില്ലെങ്കിൽ വിവാഹബന്ധം സഹിയാവില്ല. മോളെ വ്യഭിചാരത്തിന് വിട്ടുകൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം അതാണ്, കൂട്ടിക്കൊടുക്കുക മോളെ. അഖീദ ശരിയില്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവനെ വിളിക്കുന്നു മുശ്രിക്കാന്നുള്ള കാര്യത്തിൽ സംശയമുണ്ടോ? സംശയിച്ചവൻ കാഫിറാവുന്ന രണ്ടാമത്തെ നാഖിദ്. മൻ ലം യുകഫിരിൽ മുശ്രിക്കീന. ശിർക്ക് ചെയ്യുന്ന ഒരാളെ ഇവൻ കാഫിറാക്കുന്നില്ല. അങ്ങനെ ശിർക്ക് ചെയ്യുന്ന കണ്ണുകൊണ്ട് കണ്ടു, എന്നിട്ടും ഇയാൾ കാഫിറാന്ന് ഇയാൾ വിശ്വസിക്കുന്നില്ല. ഔ ശക്ക ഫീ കുഫ്രിഹിം. അല്ലെങ്കിൽ അവര് കാഫിറാണോ അല്ലേ എന്നുള്ള ഇവന് സംശയം. ഔ സഹഹ മദ്ഹബഹും. അല്ലെങ്കിൽ ഓനെ കൊണ്ട് ശരി എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത് നിന്നെ ശരിയാക്കിയാൽ കഫറ ഇജ്മാഅൻ. ഈ പറഞ്ഞവൻ കാഫിറായി പോകും. ഷഹാദത്ത് ബാത്തിലാവുന്ന രണ്ടാമത്തെ കാര്യം അതാണ്. നമ്മളെന്താ പറയാ, കെട്ടിച്ചിട്ട് നമ്മളെ വരക്കല്ലേ വരുന്നത്, നമുക്ക് റെഡിയാക്കുന്നതിന് മുമ്പ് ബന്ധം സഹിയാവണ്ടേ? ആരും ചിന്തിക്കില്ല. രണ്ടാമത്തെ ഹുക്കം എന്താ അറിയോ? മുശ്രിക്കായ ഉപ്പാന്റെ വറാസത്തി മകന് ഹറാം. ഉപ്പ മുശ്രിക്ക്, മകൻ മുവഹിദ് എങ്കിൽ ആ ഉപ്പാന്റെ സ്വത്തിന് മകന് അവകാശം എടുക്കാൻ പറ്റില്ല.
ഓ ഇല്ല. യാ നൂഹു ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്. കാഫറല്ലേ? നൂഹി നബിനോടല്ല അള്ളാഹ് പറയുന്നത്, നിങ്ങളെ മോനല്ലാന്ന്. ഫിദ്ദുന്യ മാറൂഫൻ, ദുനിയവിയായിട്ടുള്ള ഇടപാടുകളൊക്കെ ഓക്കെ, ആഖിറത്തിൽ മോനായിട്ട് പരിഗണിക്കൂല. അല്ലാഹു അഅലം ലാ അദ്രി. പക്ഷെ ഖുർആനിൽ നൂഹ് നബി പറഞ്ഞല്ലോ, ഇന്ന ബിനി മിൻ അഹ്ലി, ഇതെന്റെ മോനല്ലേ. ഖാല ഇന്നഹു ലൈസ മിൻ അഹ്ലി, എന്റെ മോനല്ല എന്ന് അല്ലാഹു പറഞ്ഞു. ആവൂല, കാരണം അതുകൊണ്ടല്ലോ വറാസത്ത് കിട്ടാത്തത്. മോനുള്ള പരിഗണന പോയി. മാത്രമല്ല ബദർ യുദ്ധത്തിൽ ഉപ്പയും മോനും തമ്മിലുള്ള യുദ്ധം ചെയ്തത്. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞില്ല മോനോട്, ഞാൻ നിന്നെ കാണാൻ കാത്തിക്കേനു, കണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുവേനു. മോൻ പറഞ്ഞ ആദ്യം, ഞാൻ ഉപ്പാനെ കാണലേന്ന് പറഞ്ഞുകൊണ്ടിരിക്കേനു, കാരണം കണ്ടാ എന്താ ചെയ്യാ, കൊന്നുപോകില്ലേ. അപ്പൊ പറഞ്ഞു, ഞാൻ നിന്നെ കാണാൻ കാത്തിക്കേനു, കണ്ടെങ്കിൽ കൊല്ലാൻ. അപ്പൊ ആ ബന്ധം പോയി എന്നല്ലേ അർത്ഥം, കുഫറോടുകൂടി. അതുകൊണ്ടല്ലേ ദീൻ സബറാണ്, ഒരുപാട് ക്ഷമിച്ചും സഹിച്ചും. അല്ലാഹ് പറഞ്ഞല്ലേ, പരീക്ഷണം വരും. ഈമാന്റെ പരീക്ഷണം ഇതൊക്കെയാണ്. കച്ചവടം പൊട്ടലും ഇത് പൊട്ടലൊന്നല്ല ഈമാന്റെ പരീക്ഷണം. ഈമാൻ ഇങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുമ്പം ഇങ്ങനെ പല നഷ്ടങ്ങളും വരും. അതിനോടുള്ള നമ്മളെ നിലപാട് എങ്ങനെ, അതല്ലേ സഹാബാക്കൾ ജയിച്ചു പോയത്. ഓർമ്മ ഉണ്ടാക്കിയില്ലേ. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു മദീനത്ത് മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ബദർ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട 70 പേരുടെ കൂട്ടത്തിൽ ഒരാൾ മുസ്അബ് ബിൻ ഉമൈറിന്റെ സഹോദരനാണ്, ശത്രു. അങ്ങനെ പള്ളിയിൽ കെട്ടിയിട്ടിട്ടുണ്ട് മദീനത്ത്. അദ്ദേഹത്തെ കാണുമ്പോഴാണ് മുസ്അബ് ബിൻ ഉമൈർ പറഞ്ഞു സഹാബാക്കളോട്, ഇവനെ ശരിക്ക് കെട്ടിക്കോ, ഇവന്റെ ഉമ്മ വലിയ പൈസക്കാരിയാണ്, നമുക്ക് ഇഷ്ടം പോലെ മോചനദ്രവ്യം ചോദിച്ച് വാങ്ങിയിട്ട് വിടാം. അപ്പൊ അവൻ പറഞ്ഞു, എടാ മുസ്അബേ, നീ എൻ്റെ സഹോദരനല്ലേ, ഈ സഹോദരനോടുള്ള ഒരു ഇത് കാണിക്കണ്ടേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ സഹോദരനല്ല, എൻ്റെ സഹോദരന്മാര് ഇവരാണ്, ഇസ്ലാമിലെ സഹോദരങ്ങളാണ് എൻ്റെ സഹോദരങ്ങൾ, നിന്നെ ആ കൂട്ടത്തിൽ ഞാൻ പഠിക്കുന്നില്ല. അപ്പം അതാണ് പരീക്ഷണം, അതിലാണ് ജയിക്കേണ്ടത്. അങ്ങനെ അള്ളാന്റെ റസൂലിന് സുഖമല്ലേ, ഒന്നും പറയണല്ലോ. തകരാറ് വന്നപ്പോഴാ, ഇത് പറഞ്ഞപ്പോഴല്ലേ. അൽ അമീൻ എന്ന് വിളിച്ച നാമാണ് ഒറ്റ സെക്കൻഡ് കൊണ്ട് വിളിച്ചത് സാഹിർ, കദ്ദാബ്, മജ്നൂൻ. എന്തും ഖുലിൽ ഹഖ്ഖ വലൗ കാന മുഹ്റൻ, ഹക്ക് പറഞ്ഞെടുത്ത് പറഞ്ഞേ പറ്റൂ. എന്നാൽ അഖീദയെ ബാധിക്കാത്ത സന്ദർഭങ്ങളിൽ അവിടുത്തെ അവസ്ഥ നോക്കിയിട്ട് ചെയ്യാം. വിശ്വാസം, ഇപ്പൊ തൗഹീദ് അത് പറഞ്ഞേ പറ്റുള്ളൂ, സംശയമൊന്നുമില്ല. അല്ല, മറ്റ് ചില സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം നമ്മൾ ഒച്ചത്ത് പറയുമ്പോൾ, ആൾക്കാരെ മുമ്പ് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ ഫസാദ് ഉണ്ടാവും, ഫിത്ന ഉണ്ടാവും എന്ന് കണ്ടാൽ ഉണ്ടാതിക്കറ്റോ ഖൈർ. അവിടെ കളവ് പറയൽ അനുവദിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ ഒന്ന് ഇസ്ലാഹാണ്. ഇവിടെ ഞാൻ ഇപ്പൊ കളവ് പറഞ്ഞാൽ ഇവിടെ വലിയൊരു ഫിത്ന ഇല്ലാണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്ന് കണ്ടാൽ ആ കളവ് പറയുക നമുക്ക് അനുവദനീയമാണ്, യുദ്ധത്തിൽ തന്ത്രം പ്രയോഗിക്കുന്ന പോലെ. അപ്പം ഈമാന്റെ പരീക്ഷ അതാണ് ഏറ്റവും വലിയ പരീക്ഷണം, അതിലാണ് ജയിക്കേണ്ടതും, അതിലാണ് സഹാബാക്കൾ ജയിച്ചതും മുൻഗാമികൾ ജയിച്ചതും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഒറ്റ ഒരു വാക്കിലല്ലേ ചാട്ടവാറിന്റെ അടികൊണ്ട് മൻസൂർ രാജാവിന്റെ അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. അഹ്ലുസുന്ന വൽ ജമാഅന്റെ അഖീദ പ്രകാരം ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. അതിൽ നിന്നൊന്നു മാറിയാൽ മതി, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയാൻ പറഞ്ഞിട്ടാണ് അടിമൊത്തം കൊണ്ടത്. അങ്ങനെ ബോധം കെട്ട് വീണ് ആ തരത്തിൽ അദ്ദേഹം ഷഹീദായത്. അതാണ് പരീക്ഷണം.
ദീനിന്റെ ഇതിലാണ് പരീക്ഷ. ഈമാന്റെ പരീക്ഷയിലാണ് ശരിക്കും പറഞ്ഞാൽ ജയിക്കേണ്ടത്. ഇത് അള്ളാഹുവിന്റെ വലിയ പ്രശ്നമില്ലേ? അള്ളാഹുവിന്റെ കലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിനോട് ചേർന്ന് നിൽക്കുന്ന സാധനമാണ്. അപ്പൊ അള്ളാഹിന്റെ ദാത്തിനോട് ചേർന്ന ഒരു, ഇപ്പൊ എന്റെ വാക്ക് ഞാനാണ്, എന്റെ ശബ്ദത്തിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കുക. അതിനെ മാറ്റലാവില്ലേ അള്ളാഹുവിന്റെ ദാത്തിൽ നിന്ന്? അതില് വലിയ ചർച്ചയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. വരും, അത് ഈ വിഷയക്കേജ് വരും. അതെ, അള്ളാന്റെ ദാത്തുമായി ബന്ധപ്പെട്ട സിഫാത്താണ് അത്. മഖ്ലൂക്കാന്ന് പറഞ്ഞാൽ അള്ളാന്റെ സിഫത്തിനെ മാറ്റേണ്ടി വരും. അള്ളാന്റെ ദാത്തിൽ നിന്ന് അള്ളാഹ് ദാത്തിനെ സ്ഥിരപ്പെടുത്തിയ ഒരു സിഫത്തിനെ നമ്മൾ മാറ്റിയാൽ നമ്മളെ ഈമാൻ ബാത്തിലാവും. അതെ അതെ, സിഫത്താണ്. ദുആയല്ലേ? പക്ഷെ പിന്നെ അവര് കേൾക്കുകയും അതാരാ പറഞ്ഞത് എന്നറിയുകയും ചെയ്യും. കബറാളി തിരിച്ചു പറയാനും നിങ്ങൾക്ക് പറ്റൊന്നുമില്ല. പക്ഷെ അള്ളാഹു അവരെ അത് കേൾപ്പിക്കും, അവരെ അറിയിക്കുകയും ചെയ്യും. കബറാളികൾക്ക് ആത്മാക്കളാണ്. ഹദീസ് സഹിയാണ്. നമ്മളോട് പറയപ്പെട്ടിരിക്കുന്നത് എന്താ? പോയിട്ട് സലാം പറയാനും ദുആ ചെയ്യാനും. അപ്പൊ ഷഹാദത്തെയും പറഞ്ഞ പോലെ നിസ്കാരവും, അർക്കാനുൽ ഖംസയിൽ നിസ്കാരവും ഒഴിവാക്കൽ കൊണ്ട് അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, ബാക്കിയുള്ളതായൊക്കെ ഉപകാരപ്പെടൂല. പക്ഷെ എന്നാൽ ഷഹാദത്തൈനിയും നിസ്കാരവും, ഇത് രണ്ടുമാണ് ഭൂരിപക്ഷം ഉലമാക്കളുടെയും ഇജ്മാഓടുകൂടി ഇസ്ലാം ആവൂല എന്ന്, ഒഴിവാക്കൽ കൊണ്ട് ഇസ്ലാം ആവൂല എന്ന് പറയപ്പെട്ട സംഗതി. എന്നാൽ സഹാബാക്കളിൽ പലരും സക്കാത്തിനെയും ഹജ്ജിനെയും ഒക്കെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾ സക്കാത്ത് കൊടുക്കാതിരുന്നാലും എന്താ കാര്യം എന്ന് വെച്ചാൽ, സഹാബാക്കളുടെ ഒരു കൗലുണ്ട്, നമ്മുടെ കാലത്ത് ഇസ്ലാം കാര്യങ്ങളിൽ ഒഴിവാക്കൽ കൊണ്ട് മാത്രം കാഫിറാകുമെന്ന് നമ്മൾ ഭയപ്പെട്ടത് നിസ്കാരത്തെ സംബന്ധിച്ചാണ്. നിസ്കാരം നിഷേധിക്കണം എന്നില്ല, ഒഴിവാക്കിയാൽ മതി, കാഫിറാവും. എന്നാൽ ബാക്കിയുള്ളത് സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, അത് ഒഴിവാക്കൽ കൊണ്ട് കുഫറാവൂല, മറിച്ച് അതിനെ നിഷേധിച്ചാലേ കുഫറാവൂ എന്നാണ് അഭിപ്രായം. എന്നാൽ ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, ثم ذكر أن جماعة ذهبوا إلى أن من ترك شيئا من بقية أركان الإسلام يكفر أيضا. ചില ഉലമാക്കളുടെ ഖൗൽ പ്രകാരമുണ്ട്, ബാക്കി അർക്കാനുൽ ഖംസയിൽപ്പെട്ട സക്കാത്ത്, നോമ്പ്, ഹജ്ജ് പോലെയുള്ളതിനെയും ഒരുത്തൻ ഒഴിവാക്കിയാൽ അവനും കാഫിറാകും എന്ന് അഭിപ്രായമുണ്ട്. ഉമർ ഫാറൂഖിന്റെയും അതേപോലെ ഇബ്നു മസ്ഊദിന്റെയും ചില ഖൗലുകളുടെ അടിസ്ഥാനത്തിൽ. കാരണം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഒരാൾ തമക്കന മിനൽ ഹജ്ജ് വലം യഹുജ്ജ, ഹജ്ജ് ചെയ്യാനുള്ള സൗകര്യം ഒരാൾക്ക് ഉണ്ടാവുകയും എന്നിട്ട് അവൻ ഹജ്ജ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ അന്നഹും ലൈസൂ ബിമുസ്ലിമീൻ എന്ന് ഉമർ ഫാറൂഖ് പറഞ്ഞിട്ടുണ്ട്. അവർ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തൂല. അക്കൗല് വെച്ചിട്ട് ഈ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞത്? അപ്പൊ ഹജ്ജ് ഒഴിവാക്കിയാലും കാഫിറായി പോകും. ഇബ്നു മസ്ഊദ് പറഞ്ഞു, ആരെങ്കിലും സക്കാത്ത് ഒഴിവാക്കുന്നവൻ മുസ്ലിം അല്ല എന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഖൗലു സഹിയാണ്. അപ്പൊ സഹാബത്ത് അങ്ങനെ പറയണമെങ്കിൽ അവർ അർക്കാനുൽ ഖംസയെ ആ ഗൗരവത്തിലാണ് കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് ആ 5 എണ്ണം നിർബന്ധമായും ഒരു മുസ്ലിം പാലിക്കുമ്പോഴാണ് അയാൾ മുസ്ലിം ആവുക. അതിന് മോഡിഫിക്കേഷൻ ചെയ്യാൻ, അത് ബിൽഡിംഗ് പൂർത്തിയാക്കാനാണ് ബാക്കി ഇന്ന കാര്യം ഇസ്ലാമിൽപ്പെട്ടതാണ്, ഇന്ന് ഇസ്ലാമിൽപ്പെട്ട പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചേർക്കാൻ പറയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ വഹാദിഹിൽ അർക്കാനു ഹിയ, ആ 5 റുക്നുകൾ. അർറുക്നുൽ അവ്വൽ, ഒന്നാമത്തേത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുഹു അബ്ദുഹു വ റസൂലുഹു. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ആ അർക്കാനുൽ ഖംസ യുടെ ശറഹ് വരും. അല്ലാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരട്ടെ.